കാണികളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് നന്നായി പരിശീലിച്ച് ഇതുമാതിരി ചെയ്തു കഴിഞ്ഞാൽ അരങ്ങത്തെത്തുമ്പോൾ അതിന് ഭംഗിയുണ്ടാകും. അപ്പോൾ അതിന് ഒരു പരിശീലന മുറയുണ്ട്. എങ്ങനെയാണ് നവരസങ്ങൾ ഇത് ഇരുന്ന് ശൃംഗാരം, ഇപ്പോൾ ഒരു ശൃംഗാരം എടുത്താൽ തന്നെ ഇപ്പോൾ അരമുക്കാൽ മണിക്കൂർ ശൃംഗാരം കാണിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖമൊക്കെ വേദിച്ചു തുടങ്ങും, നിർത്താൻ സമ്മതിക്കില്ല ചില സമയത്ത്. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ ശൃംഗാരം എന്ന് നോക്കാം. അപ്പൊ കഥകളിയിൽ വളരെ ചിരിച്ച്, ഇപ്പൊ കഥകളിയിൽ എങ്ങനെ ശൃംഗാരം കാണിക്കുക, ചിരിച്ച് പിരികളക്ക എന്ന് പറയും. പിരികളക്ക എന്ന് പറഞ്ഞാൽ ഇതാണ് പിരികളക്ക. ഈ പിരികളക്കൽ അത്ര എളുപ്പമൊന്നുമല്ല. കുറച്ചേരം കഴിയുമ്പോഴേക്കും നമുക്ക് തളകാണ്ടി പോകും. കാരണം ഇവിടെയൊക്കെ വേദനിച്ചു തുടങ്ങും. എല്ലാം എളുപ്പമാണ്. ഇപ്പൊ നമ്മളോട് പറഞ്ഞാൽ ഇപ്പൊ ഒരു കൈ ഉയർത്തി പിടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നേരം ഈ കൈ ഉയർത്തി പിടിക്കാൻ പറ്റും? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒക്കെ കളച്ചുടങ്ങും, തന്നെ താഴും കൈ. അപ്പൊ കൈ ഉയർത്തി പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് നമ്മൾ വിചാരിച്ചാലും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കൈ കഴച്ച് തന്നെ കൈ താഴും. കഥകളിയിലുള്ളതൊക്കെയാണ്. ഇപ്പൊ ഒരു ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പോലും, കഥകളിയിൽ ഇങ്ങനെ കൈയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാലും ഇത് വളരെ അത്ര എളുപ്പമല്ല. കുറച്ച് കഴിയുമ്പോൾ കൈ ഇങ്ങനെ പോകും, കൈ ഇങ്ങനെ പോകും. ഇതറിയാത്തൊരു ഭംഗി ഉണ്ടാവില്ല. കൈ ഇതെന്തെങ്ങനെയെന്നൊക്കെ തോന്നും. കാരണം പറ്റാണ്ടാണ്, പൊന്തിൻ്റെ കൈ. അത് പരിശീലനം കൊണ്ട് ഇവർ നേടിയെടുക്കുന്നതാണ്. കലാകാരന്മാര് നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് അത്രയും. അപ്പൊ എന്താണ് ശൃംഗാരം എന്ന് നോക്കാം. ശൃംഗാരത്തിന്റെ പ്രധാനമായിട്ടുള്ള രസം ചിരിക്കുക. നമ്മളോട് ആദ്യം പറയണത് ചിരിച്ച് പിരികമിളക്കി കഴുത്തിളക്കുക എന്നുള്ളൊരു പ്രയോഗം കൂടിയുണ്ട്. അത് രണ്ടാമത് വരുന്നത് ഹാസ്യമാണ്. ഹാസ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുച്ഛം, അതായത് എന്തെങ്കിലും അത് അത്ര വിസ്തരിച്ച് കാണിക്കാനൊന്നുമില്ല. ശൃംഗാരമാണ് നമ്മളെ കൊണ്ട്. ശൃംഗാരം, കരുണം, ഇങ്ങനെയുള്ള കുറച്ച് രസങ്ങളാണ് കൂടുതൽ നേരം നമ്മളെ കൊണ്ട് കാണിപ്പിക്കുക. ബാക്കിയുള്ളതിന് ഇതൊക്കെ സഞ്ചാരി ഭാവം, അതായത് ഒരുപാട് നേരമൊന്നും നമുക്ക് ഹാസ്യം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അത് എന്താണ്, അത് മുഖത്ത് മഞ്ഞി വരുന്ന ഒരു ഭാവമാണ്. ഹാസ്യം എന്ന് പറഞ്ഞാൽ പുച്ഛം എന്നാണ്, അല്ലേ? കഴിഞ്ഞാൽ അടുത്തൊരു രസം, വളരെയധികം കാണിക്കേണ്ട ഒരു രസമാണ് കരുണം. അത് കൂടുതൽ നേരം ചെയ്യാൻ പറ്റുന്ന ഒരു രസം കരുണം. കരുണം എന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പൊ വിഷമം കഥകളിയിൽ എങ്ങനെ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുണ്ടിന്റെ ഭാഗം കൊണ്ടാണ് വിഷമം ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ഇമോജി ഒക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വിഷമത്തിന്റെ ഇമോജി ഇങ്ങനെയാണ്, ചിരിക്കണത് ഇങ്ങനെയും വിഷമം ഇങ്ങനെയും. നമ്മളിപ്പോൾ വാട്സാപ്പിലും എന്തിലൊക്കെ ഇമോജി ഇടുമ്പോഴൊക്കെ കാണാറുണ്ടല്ലേ. അത് തന്നെയാണ്, ആ ഒരു സൂത്രം തന്നെയാണ് കഥകളിയിലും യൂസ് ചെയ്തേക്കണം. അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഈ ഇമോജികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും അപ്പോൾ വിഷമം കാണിക്കാൻ വേണ്ടി ചുണ്ട് ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ്. പിന്നെ തടവിളക്കുക, കരയുന്ന ഒരു ഭാവം വരുത്തുക. ഇതാണ് രൗദ്ര വീര ഭയാനകം. അടുത്ത മൂന്ന് ഭാവം എന്ന് പറയുന്നത് രൗദ്രം, വീരം, ഭയാനകം. ഇതാണ്. ഇപ്പൊ രൗദ്രം, രൗദ്രം എന്ന് പറഞ്ഞാൽ ദേഷ്യം. നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നുന്നത് എങ്ങനെ പ്രകടിപ്പിക്കുക? ദേഷ്യം തോന്നുന്ന കഥകളിൽ പ്രകടിപ്പിക്കുന്നത് കണ്ണിന്റെ തടം കൊണ്ടാണ്. കണ്ണിന്റെ തടം ഇളക്കിക്കൊണ്ട് ആണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. കഥകളിൽ ആ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം പ്രകടിപ്പിക്കുന്ന പ്രധാന ആയുധങ്ങൾ ഈ കണ്ണിന്റെ തടവും കണ്ണുമാണ്. സൂക്ഷ്മമായ നോട്ടവും ആ ഒരു തടവിളക്കലും. അതൊന്നും വീരം, വീരം എന്ന് പറഞ്ഞാൽ ഞാൻ എളിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാവത്തിനെയാണ് വീരരസം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഭാവമില്ല, വീരരസം തോന്നണം, ഞെളിഞ്ഞണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇത്. ഭയാനകം, പേടി. പേടിക്കുമ്പോൾ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയും. നമ്മുടെ കണ്ണുകൾ, ഭയം നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കും. അതിനാണ് അപ്പൊ കഥകളിയിൽ അവതരിപ്പിക്കുന്നത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നമ്മൾ പേടിക്കുമ്പോൾ
എപ്പോഴും നമ്മൾ പേടിച്ച് അപ്പുറത്തും നോക്കലാണ് പേടിയുടെ ഒരു രൂപം. അപ്പൊ അത് അവതരിപ്പിക്കുന്നത് ഈ ഒരു ഹാസ്യകരുണോ രൗദ്രവീരഭയാനകം. അടുത്ത 3 രസം ഭീഭത്സം, അത്ഭുതം, ശാന്തം. ഭീഭത്സം എന്ന് പറഞ്ഞാൽ അറപ്പ്, നമുക്കൊരു രക്തം കാണുമ്പോൾ തോന്നുന്ന ഒരു ഭാവം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമുക്ക് വളരെ നമുക്ക് മനസ്സിനൊട്ടും പിടിക്കാത്തൊരു ഇത് കാണുമ്പോൾ തോന്നുന്ന ഭാവമാണ് ഭീഭത്സഭാവം. ഇതും വളരെ ചുരുക്കി കാണിക്കുന്ന ഒരു രസമാണ്, അധികം വിസ്തരിച്ച് കാണിക്കാത്ത ഒരു ഇതാണ്. പിന്നെ ഭീഭത്സം, അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നത് എന്താ, നമ്മുടെ കണ്ണും മുഖവും ഒക്കെ വിടരും. അതാണ് അത്ഭുതത്തിന്റെ ലക്ഷണം. നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരാളെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നമ്മളറിയാതെ തന്നെ വിടരും, നമ്മുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വരും. അതാണ് അത്ഭുതത്തിന്റെ ലക്ഷണം. അപ്പൊ അത് കാണിക്കുന്നത് ഇതാണ് അത്ഭുതം. 9ാമത്തെ ഭാവം ശാന്തം. കാണിക്കാൻ വളരെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ അത്ര എളുപ്പമല്ല. അത് ശാന്തമായിട്ട് കാണിക്കണം എന്നുള്ളതാണ്. അതിലൊന്നുമില്ല, മുകളിലേക്ക് നോക്കി ഇരിക്കുക എന്നുള്ളത്. ഇതാണ് കഥകളിയിലെ 9 രസങ്ങൾ. അപ്പൊ ഈ 9 രസങ്ങള് ശരിക്ക് അത് ചിട്ടയോടുകൂടി പരിശീലിക്കണം എന്നാണ് പറയുക. ഇതിൽ പ്രധാനമായിട്ട് ക്രോധം, അതുമാതിരി കരുണം, ശൃംഗാരവും കരുണമാണ് കൂടുതൽ നേരം നമ്മളെ കൊണ്ട് കാണിപ്പിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് കൂടുതൽ നേരം മുഖത്ത് നിർത്തേണ്ട രസങ്ങൾ അതായിരിക്കും. മറ്റുള്ളതൊക്കെ നമ്മൾ സഞ്ചാരി ഭാവങ്ങൾ എന്ന് പറയും. സഞ്ചാരി ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മിന്നി പറഞ്ഞു പോകുന്ന ഭാവങ്ങൾ. അപ്പൊ എത്രമാത്രം നമുക്ക് നമ്മുടെ മുഖം കൊണ്ട് ഇതിനെ കാണിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അരങ്ങത്ത് വിജയിക്കും. പിന്നെ ഇതിലൊക്കെ ഒരു കാര്യങ്ങളും കൂടി ഉള്ളത്, ഈ മുഖത്തുള്ള ആഭരണങ്ങള്, അതായത് ചുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കടലാസ്, അരിമാവും ഒക്കെ ചുട്ടി ഇവിടെയൊക്കെ വലിഞ്ഞു മുറുകും, നെറ്റി വലിഞ്ഞു മുറുകും ഇവിടെ കെട്ടുന്ന സമയത്ത്. ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുഖത്ത് ചിലപ്പോൾ ഒരു ഭാവം വരില്ല. അത് വേറെ കഥ. കാരണം അത്ര പരിശീലിച്ചാലേ മുഖത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഭാവം തന്നെ വരുള്ളൂ. അതൊക്കെ വേറെ കഥ. അതൊക്കെ ഒരുപാട് കാലങ്ങളെടുക്കും. അപ്പൊ നമ്മളിപ്പോ കുട്ടികളെ നമ്മൾ ചിലപ്പോൾ അവരുടെ വേഷം കാണുമ്പോൾ മുഖത്തൊരു ഭാവമില്ല. കാരണം അവർക്കതൊക്കെ ആയിട്ടില്ല. അവരത് ശീലിച്ച് വന്നതിന് ശേഷം മാത്രമേ അവർക്കതൊക്കെ ഭാവം വരുള്ളൂ. ഇതൊക്കെ കാലങ്ങൾ കൊണ്ട് നമ്മൾ പറയും 25% ഗുരുമുഖത്തിൽ നിന്നും 25% സഹപാഠികളിൽ നിന്നും ഒക്കെ പഠിക്കണം. ഈ അവസാനത്തെ ഒരു 25% നമുക്ക് കാലം കൊണ്ട് കിട്ടുന്നൊരു കാര്യമുണ്ട്. സ്വയം പഠിച്ചെടുക്കേണ്ടത്, ഗുരുമുഖത്തുനിന്ന് പഠിച്ചെടുക്കേണ്ടത്, സഹപാഠികളിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത് ഒക്കെ പഠിച്ചെടുത്താലും കുറച്ചു ഭാഗം നമ്മൾ കാലം കൊണ്ട്, അത് ഈ കാലമാണ് ഇവരെയൊക്കെ വലുതാക്കി വരണം. അതിനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കഥകളിക്ക് അവസരങ്ങൾ കൊടുത്താലേ കലാകാരന്മാരുണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, എത്രയോ അധ്വാനം ചെയ്തിട്ടാണ് ഒരു കലാകാരൻ ജനിക്കുന്നത്. അതിപ്പോ കഥകളിയിൽ ഇപ്പം ചെണ്ടയാണെങ്കിലും മദ്ദളമാണെങ്കിലും ഏത് ഇന്ത്യൻ ഒരു ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ നമ്മളൊരു വയലിൻ എടുത്തു കഴിഞ്ഞാൽ, വയലിൻ പഠിച്ചവർക്ക് അറിയാൻ പറ്റും, ആ വയലിൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് എടുത്ത് അതിൽ നിന്ന് അപശ്രുതി ഇല്ലാതെ എന്തെങ്കിലും വായിക്കണമെന്നുണ്ടെങ്കിലുള്ള എഫർട്ട്, എത്ര കാലത്തെ എഫർട്ട് വേണം ഇതൊന്നെടുക്കാൻ. ഫ്ലൂട്ട് ആണെങ്കിലും എന്ത് ഇൻസ്ട്രുമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും. അപ്പൊ അതേമാതിരി തന്നെയാണ് ചെണ്ട. നേരത്തെ കണ്ടു, ആ ചെണ്ട മദ്ദളവും ഒക്കെ വായിക്കുന്ന അതിപ്രഗൽഭരുടെ ഒരു ഇത് കണ്ടു. അവരൊക്കെ എത്രയോ കാലങ്ങള് പഠിച്ചിട്ടും കല്ലിലും മുട്ടിയിലും ഒക്കെ തട്ടിപ്പടിച്ച് അതിനുശേഷം വാദ്യങ്ങളിൽ തട്ടിപ്പടിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. നമുക്ക് ചെയ്യാവുന്നത് എന്താ? കഥകളികൾ കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യലാണ് നമ്മളെ പോലുള്ളവർക്ക് ചെയ്യേണ്ടത്. ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അതുമാതിരി കഥകളിയെ പ്രോത്സാഹിപ്പിക്കുക, കഥകളി കാണാൻ നോക്കുക. കഥകളി അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല. ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നമുക്കും കണ്ടു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മള് പേടപ്പള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്ലൈഡ് കാണിക്കുന്നുണ്ട്. എന്താണ് അവിടെ കഥാസന്ദർഭം എന്താണ് അവിടെ അരങ്ങത്ത് കാണിക്കുന്നത്, പദമാണ് എന്താ, ഏത് കഥാപാത്രമാണ് എന്നുള്ളതൊക്കെ നമ്മൾ കാണിക്കേണ്ടത്. കുറേശ്ശെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ മഹാഭാരത കഥകളൊക്കെ നമുക്കറിയാം, രാമായണ കഥകളൊക്കെ അറിയാം, കഥകളറിയാം. പക്ഷെ കളി കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ മുദ്രകൾ നമുക്ക് മനസ്സിലാവും. നമുക്കിത് ആസ്വദിക്കാൻ പറ്റും.
പറ്റില്ല എന്നുള്ളത് നമ്മൾ ആദ്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. അത് പറ്റും, കണ്ടു കഴിഞ്ഞാൽ പറ്റും.